താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ശത്രുക്കൾ, അതെ, ശത്രുക്കൾ തന്നെ. ശത്രുക്കളില്ലാത്ത ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു നാളെങ്കിലും നിങ്ങൾ അർത്ഥം ശത്രുക്കളില്ലാത്തവർ ഈ ലോകത്ത് ഇല്ലേ? ഇല്ല. അതെ, ജനിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളുണ്ട്. അത് പണക്കാരനാകട്ടെ, പേര് പെരുമ പ്രശസ്തി എല്ലാം ഉള്ളവരാകട്ടെ, ഉന്നത കുലജാതന്മാരാകട്ടെ, സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാകട്ടെ, ഇനി ഒന്നുമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവനാകട്ടെ, എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ഏതെങ്കിലുമൊക്കെ നിലകളിൽ ദിനം പ്രതി ശത്രുക്കൾ ഉരുവായിക്കൊണ്ടേയിരിക്കുന്നു. എന്താ ഇത്? ഞങ്ങളുടെ കാര്യമല്ലെന്നോ? ഓ, നിങ്ങളെന്ന് പറയുന്ന വിശ്വാസികൾ അല്ലേ? ഞാനും കൂടെ ഉണ്ട് കേട്ടോ. വിശ്വാസികൾക്ക് ശത്രുക്കളില്ല അല്ലേ? എന്നിട്ടാണോ ബൈബിൾ പറയുന്നത് നിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ? ശത്രുവില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്നേഹിക്കാൻ പറയുന്നത്? ബൈബിൾ ചുമ്മാ പറയുകയാണ്, കള്ളം പറയുകയാണ്. ശത്രുവുണ്ട്. ശത്രു അഥവാ പ്രതിയോഗി, അഥവാ നിങ്ങളെ ഇഷ്ടമില്ലാത്തവൻ. ബൈബിൾ പറയുന്ന ഒരു പ്രതിയോഗി പിശാചാണ്. വിശ്വാസി കാണുന്ന പല ശത്രുക്കൾക്ക് പിന്നിൽ വ്യാപരിക്കുന്നതും ആ പിശാചാണ്. അതുകൊണ്ട് തന്നെ ലോകമനുഷ്യന് ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ മനോഹരമായി നന്നായി വിശ്വാസിക്ക് ശത്രുവിനെ നേരിടുവാനായി കഴിയും. കാരണം ശത്രുതയുടെ കാരണം വിശ്വാസിക്ക് അറിയാം. അതെ, കാരണം പിശാച് തന്നെയാണ്. അതേക്കുറിച്ചല്ല നമ്മുടെ ചിന്ത, മറ്റൊരു ആംഗിളിലാണ് ഇന്ന് മുൻപോട്ട് പോകുവാനായി പോകുന്നത്. ഈ ശത്രുക്കളിൽ തന്നെ ഇങ്ങനെ ശത്രുക്കൾ ഒരുപാടുണ്ട്. പക്ഷേ പലരും ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർക്ക് നമ്മുടെ അടുത്തേക്ക് പല നിലകളിൽ എത്തിപ്പെടാൻ കഴിയാറില്ല. അവർ പൊതുവെ ദുർബലരായിരിക്കാം. നിങ്ങളെ ശത്രുക്കളായി കാണുന്ന പലരും ഉണ്ട്. അവർ ചിന്തിക്കുന്നു അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ദുർബലന്മാരാണ്, നിങ്ങൾക്ക് അവരുടെ അടുക്കലേക്ക് എത്തുവാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആരുടെ അടുത്തേക്കും ശത്രുതയുമായിട്ട് എത്തുവാൻ കഴിയാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ ഈ ശത്രുക്കളിൽ തന്നെ ഒരു വിഭാഗമുണ്ട് നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യുവാൻ കഴിയാതിരിക്കുകയും, ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യുവാൻ കഴിയാത്ത നിലയിലുള്ളവർ, ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെയ്ത് ജയിക്കുവാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള ശത്രുക്കൾ. ഈ ശത്രുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ശത്രുക്കൾ ഇന്നലകളിൽ, അത് തന്നെ ഇന്നലകളിൽ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലകളിൽ നിങ്ങൾ നന്മ ചെയ്ത് ഇന്ന് ശത്രുത വാങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് തന്നെ ഇന്നലകളിൽ നിങ്ങൾ നന്മ ചെയ്തവർ ഇന്ന് നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. അവരോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുമോ? അയ്യോ സഹോദര സഹോദരി, അതിൽ ഏറ്റവും സങ്കടം, ഒരു കേസ് കൊടുക്കുവാൻ പോലും കഴിയുന്നില്ല അല്ലേ? ആ സാമ്പത്തിക ക്രമക്കേട് കാട്ടി നിനക്ക് പണി തന്ന് നിന്നെ ബാധ്യതക്കാരിയാക്കി നീ വല്ലാതെ കരയുക. പലരുടെ മുമ്പിൽ തലകുനിച്ച് പലരും പരിഹസിക്കുന്നുണ്ട്. നിന്റെ ബന്ധുക്കളായവർ, നിന്റെ ചാർച്ചക്കാർ പരിഹസിക്കുന്നുണ്ട്. ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തി നീ അവരെ വിശ്വസിച്ചില്ലേ, അവരാണ് വലുതെന്ന് പറഞ്ഞു പോയില്ലേ, ഇപ്പൊ എന്തായി, അവർ തന്നെ പണി തന്നല്ലോ. അതുപോലെ തിരിച്ചവരോട് ചെയ്യുവാൻ കഴിയത്തില്ല. അത്രമാത്രം ഒരു ബന്ധം, ഒരു സ്നേഹബന്ധം, ഒരു ആത്മബന്ധം സഹോദരങ്ങളുമായില്ലാത്ത, സ്തോത്രം, ബന്ധുക്കളുമായില്ലാത്ത ഒരു ആത്മബന്ധം അവരുമായി ഉണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ തിരിച്ചു ചെയ്യുവാൻ കഴിയത്തില്ല, അതിന് മനസ്സ് വരുന്നില്ല അല്ലേ? അവർ ചെയ്യുന്നത് അത് ചെയ്യുവാൻ പറ്റുന്നില്ല. ഇനി ചെയ്യണമെന്ന് വിചാരിച്ചാലോ അവരെ ജയിക്കുവാനും കഴിയത്തില്ല. കാരണം അവർ ഇന്നലകളിൽ നിങ്ങൾക്കൊപ്പം ഉള്ളവരായിരുന്നത് കൊണ്ട് നിങ്ങളെക്കാളുപരി നിങ്ങളെ അവർക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളെ അവർക്ക് അറിയാം. അതെ, യുദ്ധം വിജയിക്കുവാനുള്ള എളുപ്പ വഴി അതാണ്. ശത്രുവിൻ്റെ ശക്തിയും ശത്രുവിൻ്റെ ദൗർബല്യവും അഥവാ വീക്ക്നെസ്സും തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞവനോട് യുദ്ധം ചെയ്യാൻ നിന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബലഹീനത തിരിച്ചറിഞ്ഞവനോട് യുദ്ധം ചെയ്യുവാൻ നിന്നിട്ട് കാര്യമില്ല. അതാണ് മക്കളോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്ന ചില മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നത്. യുദ്ധമുഖത്തേക്ക് ഇറങ്ങും, എന്നാൽ കാണിച്ചു തരാടാ, നീ ഇന്ന് വീട്ടിൽ കയറിയതുപോലെ തന്നെ, ആഹാരം കഴിച്ചതുപോലെ തന്നെ. ചെറുക്കൻ പറയുമോ? കാണാം. കാരണം അവനറിയാം നിന്റെ വീക്ക്നെസ് അവനാണെന്ന്, അവൻ്റെ വിശപ്പ് അത് നിന്റെ വിശപ്പിനെക്കാളും വലുതാണെന്ന്. ആ തിരിച്ചറിവുകൊണ്ടാവും മിണ്ടാതെ നിൽക്കുന്നേ. സ്തോത്രം. നീ തിരികെ വിളിക്കും,
അവൻ തിന്നില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ല. ബലഹീനത തിരിച്ചറിയുന്ന ശത്രുക്കൾ. മക്കളെക്കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ ശത്രുക്കളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ ശത്രുവിനോട് ജയിക്കുവാൻ കഴിയത്തില്ല. ഇനി ശത്രുക്കൾക്ക് അതേന്നേ, ഇന്നത്തെ ശത്രുക്കൾക്ക്, ഇന്നലകളിലെ മിത്രമായിരുന്ന, പ്രിയപ്പെട്ടവരായിരുന്ന, വേണ്ടപ്പെട്ടവരായിരുന്ന ആ ശത്രുക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്ഥാനങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനോ ഓടിക്കുവാനോ ഒന്നും കഴിയത്തില്ല. സഹോദരി അല്ലേ, നിന്റെ ഭർത്താവിനെ ഓടിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കാനാ? അല്ലേ സഹോദര, നിന്റെ ഭാര്യയെ ഓടിച്ചിട്ട്, അയ്യോ ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ. എന്നെ കേൾക്കുന്ന നിങ്ങളെ പലരും അനുഭവിക്കുന്ന അവസ്ഥ. നിങ്ങളെപ്പോലൊരു സഹോദരി ഒരിക്കൽ ഫ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. ആ സഹോദരി ഒരു വിദേശ രാജ്യത്താണ്, ഒരു കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ആ സഹോദരി ജോലിക്കൊക്കെ കയറി വലിയ കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് തൻ്റെ ഒരു ബന്ധു വിളിയോട് വിളി, ചേച്ചി ഒരു ജോലി വാങ്ങിച്ചു തരുമോ? ചേച്ചി ഇവിടെ കഷ്ടതയാണ്, ഇവിടെ പട്ടിണിയാണ്, ഇവിടെ ദാരിദ്ര്യമാണ്, ഞാൻ ചത്തുകളയും, എന്നെ സഹായിക്കുമോ? അപ്പോൾ ഈ വിളിച്ച് നിരന്തരം സഹായം അഭ്യർത്ഥിക്കുന്നവരെക്കുറിച്ച് ഈ സഹോദരിയുടെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കൊടുത്തു. നീ വലിച്ചുകൊണ്ട് പോകരുത്, നിനക്ക് പണിയാണ്, നിനക്കവനെ അറിയത്തില്ല. അപ്പോൾ സഹോദരി പറഞ്ഞു, പാവം, അയ്യോ ജീവിക്കാനല്ലേ, നമുക്ക് വലിയ ദോഷമൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ആ സഹോദരി ബന്ധുക്കൾ പോലും അറിയാതെ കയ്യിലുണ്ടായിരുന്നതൊക്കെ അവിടെ പണയം വെച്ച് ഒരു വിസ എടുത്തു കൊടുത്ത് ഈ സഹോദരനെ അങ്ങ് കൊണ്ടുപോയി. അയ്യോ എന്ത് സ്നേഹമായിരുന്നു. ആ സഹോദരി പറയുന്നത് കേൾക്കണം. അയ്യോ ദേവദാസനെ, യേശോപ്പൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സ്നേഹത്തിന് ഇത്രമാത്രം സന്തോഷം തരുന്ന ഒരു ഘടകമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. ആ സഹോദരൻ അവിടെ നല്ല നിലയിൽ ജോലി ചെയ്ത് ജീവിക്കുവാനായി തുടങ്ങി. ഇപ്പോൾ ആ സഹോദരന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം. എൻ്റെ കോഫി ഷോപ്പിൽ എനിക്ക് വിരോധമായി പലതും പറയുന്നു, എന്നെക്കുറിച്ച് മോശം പറയുന്നു, ഞാൻ നാട്ടിൽ മോശക്കാരിയായിരുന്നു എന്ന് പറയുന്നു, എൻ്റെ റൂംമേറ്റ്സിനോട് പറയുന്നു. അവരൊക്കെ വിശ്വസിച്ച് പോവുക. കാരണം ഞാൻ ഇത്രമാത്രം സ്നേഹിച്ച ആ മനുഷ്യൻ, ഇത്രമാത്രം സഹായിച്ച ആ മനുഷ്യൻ എന്നെക്കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ ഇല്ലേ? അതല്ലേ സഹോദര, ആ രാജ്യത്ത് നീ വലിച്ചുകൊണ്ടുപോയി പണി ഇരന്ന് വാങ്ങിച്ച ഇന്നലത്തെ ആ സ്നേഹിതൻ, ആ സ്നേഹിത, പ്രിയപ്പെട്ടവൻ ഇന്ന് ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു. അവരെക്കുറിച്ച് തിരിച്ച് ഇന്ന് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അത്രമാത്രം നല്ലതാ നിന്നെ അറിയുന്നവരോടൊക്കെ നീ അവരെക്കുറിച്ച് പറഞ്ഞേ ആണേ. പെട്ട് നിൽക്കുന്ന അവസ്ഥയല്ലേ, പെട്ട് നിൽക്കുന്ന അവസ്ഥ. ആ സഹോദരി തന്നെ ഈ വിഷയം അറിയിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സന്ദർഭത്തിലൂടെ നടത്തി. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഒരു പരാതിയാണ് കേട്ടോ, ആ സഹോദരിയിൽ നിന്ന് ഉയർന്നത് പോലെ ഒരു പരാതി. ഞാൻ നന്മ ചെയ്തിട്ടും കർത്താവേ എനിക്ക് പണിയാണല്ലോ കിട്ടുന്നതെന്ന പരാതി. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക. നോക്കിയേ, ഇസ്രായേൽ മിസ്രയീം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. അവർ നന്മ ചെയ്തു, അല്ലെങ്കിൽ നന്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നിർബന്ധിച്ചു. അവർ കടന്നു വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, പുറപ്പാടിൽ നിന്ന് ചരിത്രം തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറത്തു വരുന്ന സമയം അവരുടെ വഴിയാത്രയിൽ അവർക്ക് യാത്രാഭംഗം വരുത്തിയ, അവർക്ക് തടസ്സം നിന്ന ശത്രുക്കളെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടാണ് അവർ മുൻപോട്ട് വന്നത്. ആ സമയത്തിൽ അവർക്ക് വിരോധമായി നിന്ന 3 രാജ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണത്? അമ്മോനിയർ, മോവാബിയർ, സേയീർ പർവ്വതക്കാർ. അപ്പോൾ ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, അതായത് പ്രസ്തുത വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ പിതാക്കന്മാർ ദൈവത്തോട് അനുവാദം ചോദിച്ചു. അപ്പം ദൈവം പറഞ്ഞു, വേണ്ട, അവരെ വിട്ടുകളയുക എന്ന് മാത്രമല്ല, അവർക്ക് ഉപകാരവും ചെയ്യണം. അപ്പോൾ അവർക്ക് നല്ലത് ചെയ്ത് അവരെ ചേർത്ത് നിർത്തി ഈ ജനം യാത്ര പുറപ്പെട്ടു. കാലം കഴിഞ്ഞപ്പോൾ ആർക്ക് ഉപകാരം ചെയ്തോ ആ ഉപകാരം കൈപ്പറ്റിയവൻ ഉപകാരം ചെയ്തവർക്കുള്ള അവകാശത്തെ കൊള്ളയടിക്കുവാൻ കൂട്ടം ചേർന്ന് വന്നിരിക്കുന്നു. താങ്ക് ഗോഡ്. ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാവായ യഹോശാഫാത്തിന്
അവൻ്റെ ജനത്തിനും വിരോധമായി ഇവർ യുദ്ധത്തിന് കടന്നു വന്നിരിക്കുന്നു. അവരുടെ നന്മ കൈവശമാക്കുവാൻ, അവരുടെ അവകാശങ്ങളെ കൈവശമാക്കുവാൻ. അതാ പറഞ്ഞേ, ഇനി യുദ്ധം ചെയ്യാൻ നിന്നിട്ട് കാര്യമുണ്ടോ? ഒന്ന്, അവർ മൂന്നുപേരും ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇന്നലകളിൽ സഹായിച്ചവർ അല്ലേ, അതല്ലേ, ഇന്നലെ സഹായിച്ചവരും കൂടെ നിർത്തി. എന്തൊരു കഷ്ടപ്പാടായിരുന്നു അല്ലേ സഹോദരി. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞതാ, അവളെ വലിച്ച് വീട്ടിൽ കയറ്റരുത്, അവനോടൊന്നും കൂടുതലായിട്ട് സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയരുത്, പണിയാവുമെന്ന് പലരും പറഞ്ഞു. അപ്പോൾ അയ്യോ ചേച്ചി എന്താ പറയുന്നേ, അവള് പാവം, അതെ അവള് പാവം, ഇപ്പോൾ ഒന്ന് കൈത്താങ്ങ് കൊടുത്താൽ അവൾ രക്ഷപ്പെട്ടോളും. അവളെ കൈത്താങ്ങി നിന്റെ കയ്യിലിരുന്നതും കൊണ്ട് അവൾ പോകാൻ നിൽക്കുക. സഹോദരി, നിന്നെക്കുറിച്ചാ സ്തോത്രം. അവളുടെ കുടുംബജീവിതം തകർന്നു നിന്നപ്പോൾ, അവൾ പ്രശ്നത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ നീ വലിച്ച് കൂടെ നിർത്തിയതാ. ഇപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ ഭർത്താവ്, നിന്റെ കുടുംബത്തെ, നിന്റെ നന്മകളെ ഞാൻ ചിരിച്ചു പറഞ്ഞു. നീ ഉള്ളം കൊണ്ട് കരയുക, വലിച്ചു കയറ്റി നിങ്ങളുടെ അവകാശങ്ങളുമായിട്ട് പോവുക. കാതിലും കഴുത്തിലും കിടന്നതൊക്കെ പറിച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടും. ഇപ്പോൾ സ്തോത്രം, തിരിച്ചു തരുന്നില്ലെന്ന് മാത്രമല്ല, നിന്നെ ഒരു കള്ളിയാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നിർത്തുക. നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ, നിന്റെ മക്കളുടെ മുമ്പിൽ, നിന്നെ അറിയുന്നവരുടെ മുമ്പിൽ, സ്തോത്രം, നിന്നെ കള്ളിയാക്കി നിർത്തുക. ആമേൻ. ഉപകാരം ചെയ്തതാ. എന്താ കർത്താവിനോട് ചോദിച്ചിട്ട്? അത് തന്നെ ഇവിടെ യഹോശാഫാത്ത് നിലവിളിക്കുന്ന അത് തന്നെ. കർത്താവ്, നീ സമ്മതിക്കാത്തോണ്ടാണ് അന്ന് നശിപ്പിച്ച് കളയാത്ത. ഇപ്പോൾ ഇതാ പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് സമ്മതം തന്നില്ല, അതുകൊണ്ട് പണി വാങ്ങിക്കൊണ്ടിരിക്കുക. അല്ലേ മാതാവേ? അതല്ലേ, അവരും പഠിക്കട്ടെ, ആ പിള്ളേരും രക്ഷപ്പെടട്ടെ. സ്തോത്രം. പരീക്ഷയുടെ തലേ ദിവസം പോലും നോട്ട് ബുക്കും കൊടുത്തിട്ട്, അപ്പോഴെന്ത് സ്നേഹമായിരുന്നു മക്കളെ കൊണ്ട്. അങ്ങനെ തന്നെ നല്ലതാ കേട്ടോ, നോട്ട് കൊടുക്കുന്നതും പുസ്തകങ്ങൾ കൈമാറുന്നതും കൂടെ ഇരുത്തി പഠിപ്പിക്കുന്നതും നല്ലതാ. പക്ഷേ അത് പണിയായി തീരരുത്. അതേന്നെ, അത് പണിയായി തീരരുത്. അല്ല, നിങ്ങൾക്കത് കെണിയായി തീരാതിരിക്കുവാൻ ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ സഹോദരി, നിങ്ങളെപ്പോലെ തന്നെ പെട്ട് നിൽക്കുന്ന സഹോദരി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്ത അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, സഹോദരി, നിന്റെ അതേ അവസ്ഥയിൽ യഹോശാഫാത്തും ജനവും നിലവിളിച്ചു. കർത്താവേ, ഞങ്ങൾക്കിനി ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരത്രമാത്രം പ്രബലരായി തീർന്നിരിക്കുന്നു. അവർ ഒരുമിച്ച് യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അർത്ഥം എന്നാ നീ നന്മ ചെയ്തതിൻ്റെ ഫലമായിട്ട് നീ തിന്മ അനുഭവിച്ച് പട്ടുപോടാ എന്ന് പറയുന്നവനാണോ ദൈവം? ആണോ? അല്ല. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ നന്മ നിങ്ങളിൽ നിന്ന് അനുഭവിച്ചവർ നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേ ആ ശത്രുക്കളാൽ പല നിലകളിൽ നിങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരകൾക്ക് അവരോട് യുദ്ധം ചെയ്യുവാൻ, അവരെ എതിർത്ത് നിൽക്കുവാൻ ശക്തിയില്ല എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി അതേ ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്. ഇന്ന് നിങ്ങളുടെ ശത്രുക്കളായി മാറിയിരിക്കുന്ന അവരെ കണ്ട് ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, ടെൻഷൻ അടിക്കണ്ട. അതേന്നെ, ടെൻഷൻ അടിക്കേണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. അതെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അതേ സഹോദര, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഈ കഴിഞ്ഞ ദിവസവും അങ്ങനെ ദൈവം ചെയ്ത യുദ്ധത്തെക്കുറിച്ച് ആ സഹോദരിയിൽ നിന്ന് സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ഇപ്പോഴും ഫോൺ വിളിയുണ്ട്. ഇപ്പോൾ ഫോൺ വിളി അവിടെ നിന്നല്ല, വീണ്ടും നാട്ടിൽ നിന്നാ. താങ്ക് ഗോഡ്, വീണ്ടും നാട്ടിൽ നിന്നാ. ചേച്ചി, ആളുകളൊക്കെ ചുമ്മാ പറയുന്നതാ, ഞാൻ അങ്ങനെ നിനക്ക് ദോഷമായിട്ട് വല്ലതും ചെയ്യുമോ? ഒന്നുകൂടെ ഒന്ന് സഹായിക്കണേ സഹോദരി, നിന്നോടാ ഇനിയും സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുവാൻ തക്കവണ്ണം. നോക്കിയേ, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടത്തിൻ്റെ അറ്റത്ത് വെച്ച് കാണും. പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല.
നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കാണും. നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അതെ, നിങ്ങൾ നന്മ ചെയ്ത് ആ നന്മ സ്വീകരിച്ച് നിങ്ങൾക്ക് വിരോധമായി തിന്മ ചെയ്യുന്ന ആ വ്യക്തികളോട് സ്തോത്രം, എൻ്റെ ദൈവം യുദ്ധം ചെയ്യും. സഹോദര, നിന്റെ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ ഇന്നലകളിൽ നിനക്കൊപ്പം നിന്ന് നിന്റെ നന്മ അനുഭവിച്ച് നിന്റെ കൈത്താങ്ങൽ കൊണ്ട് രക്ഷപ്പെട്ട് ഇന്ന് നിന്നെ ഉപദ്രവിക്കുന്ന ആ ശത്രുവിനോട് നിനക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനുണ്ടാക്കുന്ന മുറിപ്പാടുകളോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഓടിക്കുവാനുള്ള പദ്ധതികൾക്ക് എതിരെ നിൽക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അതേ, പ്രാർത്ഥിക്ക്, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം യുദ്ധം ചെയ്യും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം യുദ്ധം ചെയ്യും. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി നീ ആ ശത്രുവിനെ അവിടെ കാണത്തില്ല. നീ വലിച്ചു കൊണ്ടുപോയ ആ ശത്രുവിനെ അവിടെ കാണത്തില്ല. നീ കൈത്താങ്ങി എഴുന്നേൽപ്പിച്ച് നിനക്ക് വിരോധമായി വളർത്തി ആ ശത്രുവിനെ നീ കാണത്തില്ല. ഓ താങ്ക് യു. ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടുക. എന്തായിരുന്നു ശത്രുവിന്റെ പദ്ധതി? നിന്റെ അവകാശം, നിന്റെ അധ്വാന ഫലം, നിന്റെ കഷ്ടപ്പാടിന്റെ ഫലം നീ ചേർത്ത് വെച്ചത് വേണമെന്ന്. അതേ, ആ ശത്രുവിന്റെ പദ്ധതി. അതേ, യഹോശഫാത്ത് ദൈവത്തോട് പറയുക, ദൈവമേ, ഞങ്ങളുടെ അവകാശത്തിലേക്ക് അവർ കടന്നു കയറുന്നു. നിന്റെ അവകാശത്തെ കവരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ താങ്ക് ഗോഡ്. സ്തോത്രം. ദൈവം യുദ്ധം ചെയ്യുക. യുദ്ധവീരനായി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. ഓ താങ്ക് ഗോഡ്. ആ ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ മാത്രമല്ല, ആ കോടതിയിൽ സ്തോത്രം, ആ പോലീസ് സ്റ്റേഷനിൽ നിന്റെ അവകാശങ്ങളുടെ മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന ആ ശത്രുവിനോട് എതിരിടുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, യേശുവിൻ നാമത്തിൽ നിനക്കൊപ്പം നിൽക്കുവാൻ ഇന്ന് ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അധികാരികളോട് സംസാരിക്കുവാൻ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ അധ്വാന ഫലത്തെ പലതും പറഞ്ഞ് സഹോദരി കയ്യിലും കഴുത്തിലും കിടന്നതൊക്കെ ഊരിക്കൊടുത്തു. ഇന്നത് വലിയ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നു. പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ ആയിരിക്കുന്നു. ആമേൻ. അയ്യോ, നമ്മൾ ദൈവമക്കളല്ലേ, ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ എങ്ങനെയാ? അങ്ങനെ വിചാരിച്ചല്ലേ ഊരിക്കൊടുത്തേ. ഇന്ന് ആരും കൂടെ ഇല്ല നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ. നീ ചെയ്ത ഉപകാരങ്ങളൊക്കെ നിനക്ക് ഉപദ്രവമായി, നീ ചെയ്ത നന്മയൊക്കെ നിനക്ക് തിന്മയായി തിരികെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയ്. നിന്റെ അവകാശങ്ങളിലേക്ക് പടർന്നു കയറുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിനോട് നിനക്ക് യുദ്ധം ചെയ്യുവാൻ, നിനക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവനുണ്ട്. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. അർത്ഥം, നീ നന്മ ചെയ്തിട്ടും നിനക്ക് വിരോധമായി തിന്മ ചെയ്യുന്നവൻ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു. ഓ താങ്ക് ഗോഡ്. അവരുടെ അവസ്ഥയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നിന്നോടല്ല, നിന്നോട് അവൾക്ക് യുദ്ധം ചെയ്ത് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. വാക്കുകൊണ്ട് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. പ്രവർത്തികൾ കൊണ്ട് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ചിലരെ കൂടെ ചേർത്ത് നിർത്തി നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ സർവശക്തനായ ദൈവത്തോട് അവൾ യുദ്ധം ചെയ്യുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഒന്ന് ചിന്തിച്ചേ. നിൽക്കുന്ന ഇടം കാണത്തില്ല, ഇരിക്കുന്ന ഇടം കാണത്തില്ല. യേശുവിൻ നാമത്തിൽ നിന്നോടുള്ള ദൂത. ഓ സ്തോത്രം. ചിലരെ നീ നോക്കും, കാണത്തില്ല. നിന്റെ ശത്രുവിനെ നീ നോക്കും, കാണത്തില്ല. ചിലരെ മാറ്റി നിനക്ക് സ്വസ്ഥത വരുത്തുന്ന ഒരു ദൈവം. ഓ താങ്ക് ഗോഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ ശത്രു അവകാശത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നമുണ്ടായപ്പോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച് ഇപ്പോ അയ്യോ എടീ, നിനക്കിതുപോലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ, നിന്റെ ഭാഗ്യമാണ്. ഇതുപോലുള്ള മക്കളെ കിട്ടിയല്ലോ, ഇതുപോലൊരു കുടുംബം കിട്ടിയല്ലോ. ശരിയാ കർത്താവേ, നീ എനിക്ക് തന്നു, അപ്പോൾ ഇവക്കും അത് കൊടുക്കണം. അതുകൊണ്ട് അവളെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് അവനെ, സഹോദര അങ്ങനെയല്ലേ, വഴി കിടന്നവനെയൊക്കെ വലിച്ച് വീട്ടിൽ കയറ്റി. ഇങ്ങനെ പറയാം, കാട്ടി കിടന്നവനെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റി. വീട് കാടായി മാറി. അവിടെ ക്രൂര മൃഗങ്ങളാണ്, സിംഹവും ചെന്നായും കരടിയും. ഇപ്പോൾ വീടിനകത്ത് കയറാൻ പറ്റുന്നുണ്ടോ? അലറിക്കൊണ്ട് നിൽക്കുക. ചിലതൊക്കെ അകത്ത് കയറിയതുകൊണ്ടാണ്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നീ നന്മ ചെയ്തതാ, ഇപ്പോൾ തിന്മയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. നിന്റെ ഭവനത്തിനകത്തൊരു ശുദ്ധീകരണം കർത്താവ് വരുത്താൻ പോവുക. നിന്നോട് പറയാൻ ഇങ്ങനെ പറയുന്നു, ഭവനത്തെ കർത്താവ് ശുദ്ധീകരിക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അമേൻ, അമേൻ, അമേൻ. ആ ഹാർപ്പിക്കിൻ്റെ പരസ്യം പോലെയല്ല, 00 പോയിൻ്റ് കീടാണു അതുപോലും കാണത്തില്ല. കർത്താവ് ശുദ്ധീകരിച്ച 000
സ്തോത്രം, ഒന്നുമില്ലാത്ത വിധത്തിൽ പൂർണ്ണമായി സ്തോത്രം നീ വലിച്ചു കയറ്റിയതും അറിയാതെ കയറി വന്നതുമായ സകലത്തിനെയും നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, സഹോദരി സഹോദരൻ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് നിന്ന് കർത്താവ് നീക്കിക്കളയുക. താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. അവകാശം പറയുന്ന നിന്റെ സന്തോഷത്തിലേക്ക്, നിന്റെ അനുഗ്രഹങ്ങളിലേക്ക് കടന്നു കയറുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നതിനെ എൻ്റെ കർത്താവ് നീക്കിക്കളയുക. മാതാവേ, പിതാവേ, മക്കൾ നന്മ ചെയ്തതാ. ഇന്ന് മക്കൾ നന്മ ചെയ്തവരൊക്കെ ആ നന്മ അനുഭവിച്ച് പകരം കൊടുത്ത തിന്മയും അനുഭവിച്ച് മക്കളിരിക്കുക. വല്ലാത്ത സങ്കടമല്ലേ? എൻ്റെ മക്കൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ പഠിക്കുന്നതിനേക്കാളും മറ്റവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് രക്ഷപ്പെടുത്തി എടുക്കാനായിരുന്നു ശ്രമം. പക്ഷെ പണി കിട്ടി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ സ്ഥാപനത്തിൽ, ആ കോളേജിൽ, ആ റൂമിൽ അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. സ്തോത്രം, കർത്താവ് ഇടപെടുക. താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. നിന്റെ മക്കൾക്ക് ഇടപെടുവാൻ കഴിയത്തില്ല, നിന്റെ മക്കൾക്ക് എതിർത്ത് പറയുവാൻ കഴിയത്തില്ല. അவ்விധത്തിൽ അവർ ഒറ്റപ്പെട്ടായിരിക്കുന്നു. അവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടുക. വലിയ സമൂഹത്തെ കണ്ട് സ്തോത്രം നിന്റെ മക്കളോട് പറ, മക്കളെ, അവരുടെ വലിയ കൂട്ടത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. താങ്ക് ഗോഡ്. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്ക് വിരോധമായി പാളയമിറങ്ങുന്ന വലിയ സൈന്യത്തെ കണ്ടു. ആയിരമായി ശത്രുക്കൾ പാളയമിറങ്ങുമ്പോൾ അത് കണ്ട് ഭയപ്പെടേണ്ട. ആ വലിയ സമൂഹത്തെ കണ്ട് ഭയപ്പെടേണ്ട. വ്യക്തികളുടെ വലിപ്പത്തെ കണ്ട്, സ്ഥാനത്തെ കണ്ട് സ്തോത്രം. ആ ടീച്ചേഴ്സ്, പ്രൊഫസർമാർ അല്ലേ, അവരൊക്കെ ശത്രുക്കളായി മാറിയിരിക്കുന്നു. അവരെ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു. നിന്റെ മക്കളോട് മാത്രം അവർക്ക് ഭയങ്കര ദേഷ്യം. എന്താണ് കാരണമെന്ന് അറിയത്തില്ല അല്ലേ? അവരോട് നീ യുദ്ധം ചെയ്യാനൊന്നും പോകരുത്. പിള്ളേർ വീട്ടിൽ വന്നിരിക്കും. ദൈവം യുദ്ധം ചെയ്യും. ദൈവം താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. നിന്റെ ശത്രുവിനോട് ദൈവം യുദ്ധം ചെയ്യും. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ എല്ലാവരെയും കൂടെ ഇപ്പം കർത്താവ് പിടിച്ച് റൊട്ടിയാക്കുമോ? ഇപ്പം കർത്താവ് പിടിച്ച് പണി തരുമോ? ഇല്ല. ഇവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം, ഭക്തൻ തിരിച്ചറിയേണ്ടത് അതാണ്. ഇവിടെ കിടന്നല്ലാതെ കൈയും കാലും ഇട്ട് അടിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന, നീ നന്മ ചെയ്തിട്ടും നിനക്ക് തിന്മ ചെയ്യുവാൻ തക്കവണ്ണം ഇവരെ ആളാക്കി മാറ്റിയ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. പ്രതിയോഗിയായ പിശാച്, അലറുന്ന സിംഹം പോലെ വരുന്ന പിശാച്. എതിർത്ത് നിൽക്കേണ്ടത് അത്യാവശ്യമെന്ന് യാക്കോബ് അപ്പോസ്തലനിലൂടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ അതേ ആ പിശാചിനെ കർത്താവ് തകർക്കും. താങ്ക് ഗോഡ്. ആ പിശാച് തകരുമ്പോൾ ആ നിൽപ്പൊക്കെ ഉള്ളൂന്നേ. ആ പിശാച് നിർത്തിയിരിക്കുന്നതാ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിശാച് ഉയർത്തിയ രോഗം, അതെ, ആമേൻ, സ്തോത്രം. ആ രോഗത്തെ കർത്താവിൽ നിന്ന് സൗഖ്യമാക്കുക. താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ. രോഗകാരണം പലർക്കും നിങ്ങളോടുള്ള വിരോധമാണ്. അതുകൊണ്ടാണ് എത്ര ട്രീറ്റ് ചെയ്തിട്ടും അത് മാറാത്തത്. അതുകൊണ്ടാണ് ജോലിക്ക് പോകുന്ന സമയത്ത് മാത്രം രോഗം വരുന്നത്. അതുകൊണ്ടാണ് മക്കളുടെ കാര്യം നോക്കുന്ന സമയത്ത് മാത്രം രോഗം വരുന്നത്. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് മാത്രം രോഗം വരുന്നത്. ആ ബന്ധനത്തെ കർത്താവ് അഴിക്കുക. യെസ്, ആ പൈശാചിക സ്വാധീനം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ നേർച്ച കാഴ്ചകൾ, വിളിശാപങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോ. താങ്ക് ഗോഡ്. ആ രോഗത്തിൻ്റെ മണ്ഡലം കർത്താവ് അഴിച്ചു മാറ്റുക. ആമേൻ. ഇനി ചിലരോട് അങ്ങനെ യുദ്ധം ചെയ്ത് അവരെ കർത്താവ് ഒഴിവാക്കിയാലും നമുക്ക് സഹിക്കുവാൻ കഴിയത്തില്ല. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ചില സ്ഥാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയി. ഭർത്താവെന്ന, ഭാര്യയെന്ന, മക്കളെന്ന, ബന്ധുക്കളെന്ന, അത് ഏറ്റവും അടുത്ത ബന്ധുക്കളെന്ന സ്ഥാനമുണ്ടായിപ്പോയി. പക്ഷേ ശത്രുക്കളായിട്ടാണ് പെരുമാറുന്നത്. അവരോട് ദൈവം എന്ത് ചെയ്യും? നോക്കൂ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആര്? ശൗൽ. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നിന്റെ ശത്രു, എൻ്റെ യേശുവിൻ്റെ ശത്രു, നിന്റെ ശത്രു, അതേ സ്ഥാനം കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട നിന്റെ ശത്രു എൻ്റെ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുക. സ്തോത്രം. നിന്നെയല്ല, എൻ്റെ യേശുവിനെ അവൻ ഉപദ്രവിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞ് നിന്നെ ചേർത്ത് പിടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ശൗലിനെ മാനസാന്തരപ്പെടുത്തിയതുപോലെ ചിലരെ സ്തോത്രം അമ്മേൻ ഒഴിവാക്കുവാൻ കഴിയാത്ത ചിലരെ എൻ്റെ കർത്താവ് മാനസാന്തരപ്പെടുത്തുക. നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ ഭാര്യയെ, നിൻ്റെ മക്കളെ, നിൻ്റെ മാതാപിതാക്കളെ, നിൻ്റെ സഹോദരങ്ങളെ, ബന്ധുക്കളെ, ആ തൊഴിലിടത്തിലെ ചില വ്യക്തികളെ എൻ്റെ കർത്താവ് മാനസാന്തരപ്പെടുത്തുക. യേശുവിൻ നാമത്തിൽ. നീ നന്മ ചെയ്ത് നീ തിന്മ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കേൾക്ക്, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അപ്പോൾ
വിശ്വാസിയെ ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക, ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറുക. നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥനയാലും ഉപവാസത്താലും നീങ്ങിപ്പോകേണ്ട വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഞങ്ങളത് അറിയുന്നു. നിങ്ങളും അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസ് ഫോർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉപവസിക്കും. പ്രൈസ് ഫോർ ഫാമിലിയുടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് കാരണമായി മാറുവാനും ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാകുവാനും അത് മുഖാന്തരം അവസരം ലഭിക്കും. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസ് ഫോർ ഫാമിലി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലൈവിൽ ജോയിൻ ചെയ്യുക. പ്രൈസ് ഫോർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ലൈവിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഡയറക്റ്റ് അല്ലെങ്കിൽ കടന്നു വരിക. പ്രൈസ് ഫോർ ഫാമിലി പ്രാർത്ഥിക്കും. വലിയ അത്ഭുതങ്ങളായി നിങ്ങളുടെ ജീവിതം മാറും. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസ് ഫോർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതെ, നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ എവിടെയും നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്കൊപ്പം കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവസരമുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാത്തവരാണെങ്കിൽ മാത്രം പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് സ്വാഗതം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവിൻ നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്നു നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മ ചെയ്ത് തിന്മ അനുഭവിക്കും വിധത്തിൽ ഒത്തിരി പേര് ശത്രുക്കളായി ഉണ്ടാക്കിയവർ, അപ്പോൾ ആ ശത്രുക്കളോട് എതിർത്ത് നിൽക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ. ഓ താങ്ക് ഗോഡ്. തുരത്തേണ്ടതിനെ തുരത്തി, മാനസാന്തരപ്പെടുത്തേണ്ടതിനെ മാനസാന്തരപ്പെടുത്തി ഇവരുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരിലെ രോഗികൾക്കായി അടിയനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗബന്ധനവും ഇപ്പോൾ വിട്ടുപോ. താങ്ക് ലോർഡ്. രോഗാത്മാക്കൾ വിട്ടുപോ. ഓ സ്തോത്രം, സ്തോത്രം. രോഗമെന്തെന്നറിയാതെ ചികിത്സിച്ച് കർത്താവ് അങ്ങ് തൊടുന്ന കൃപയ്ക്കായി സൗഖ്യം വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഉറക്കമില്ലായ്മകൾ മാറട്ടെ, ഡിപ്രഷനുകൾ മാറട്ടെ. ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജോലി നൽകുന്ന കൃപയ്ക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. തൊഴിലിടത്തിലെ പ്രതികൂലങ്ങളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം മാറട്ടെ. മാനസാന്തരം ഉണ്ടാകട്ടെ. ഓ സ്തോത്രം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വെല്ലുവിളി ഉയർത്തുന്ന ശത്രുക്കളുടെ പദ്ധതികളിൽ നിന്ന് പുറത്തു വരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. സാലറി കുടിശ്ശികൾ ലഭിക്കട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ഓ താങ്ക് ലോർഡ്. എല്ലാ അവകാശങ്ങളും അവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. നന്മയുടെ അനുഭവങ്ങൾ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ നാമത്തിൽ ഭവനങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. വ്യക്തികൾ മാനസാന്തരപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി വിദ്യാഭ്യാസം അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ യേശുവിൻ വിട്ടുപോ. ഓട്ടിസം മാറിപ്പോകട്ടെ. തലമുറകൾ ജനിക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ. ചതിയിൽപ്പെട്ട് കേസുകളിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. നീതിയുള്ള ന്യായാധിപതിയെ ഇവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചാട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി അവർക്ക് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവാനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഫോർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.